നമസ്കാരം. ബേബിച്ചനാന്നേ. വർഷം തോറും പ്രമേഹ രോഗികളുടെ എണ്ണം ആശങ്ക പരത്തുന്ന വിധം വർദ്ധിക്കുകയാണ്. നിങ്ങളുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് അനിയന്ത്രിതമായി ഉയർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് പ്രമേഹം. സാധാരണക്കാർക്കിടയിൽ ഷുഗർ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ രോഗാവസ്ഥ ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ പോലും വളരെ വ്യാപകമാണ്. പ്രമേഹം മറ്റ് പല അസുഖങ്ങൾക്കും വഴിവെക്കും എന്നതിനാൽ ജീവിതശൈലിയുടെ ഭാഗമായി ഉണ്ടാകുന്ന പ്രമേഹം തികച്ചും അപകടകാരിയാണ് കേട്ടോ. കാഴ്ചശക്തി നഷ്ടപ്പെടുക, വൃക്കകൾക്ക് തകരാർ സംഭവിക്കുക, സ്പർശനശേഷി നഷ്ടപ്പെടുക, ഹൃദയാഘാതവും പക്ഷാഘാതവും സംഭവിക്കുക, അമിത ക്ഷീണം എന്നിവയെല്ലാം പ്രമേഹത്തെ തുടർന്ന് അനുഭവപ്പെടുന്ന മറ്റ് അസുഖങ്ങളാണ്. ഇപ്പോഴത്തെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഒരു പരിധിവരെ പ്രമേഹത്തെ നമുക്ക് നിയന്ത്രിക്കാം. വ്യായാമം ചെയ്യുക, അമിതഭാരം കുറയ്ക്കുക, ചിട്ടയായ ഭക്ഷണക്രമം പാലിക്കുക, മധുരവും അനാരോഗ്യകരവുമായ ഭക്ഷണം ഒഴിവാക്കുക, മദ്യവും പുകവലിയും ഒഴിവാക്കുക. പാരമ്പര്യമായി പ്രമേഹമുള്ളവർ പ്രത്യേകം ഡോക്ടറെ സമീപിച്ച് വേണ്ട പരിശോധനകൾ കൃത്യമായി ചെയ്യുക. അപ്പോ ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുത്തുകൊണ്ട് പ്രമേഹം എന്ന അവസ്ഥ നമുക്ക് ഒഴിവാക്കാം.